ഹായ് വെൽക്കം ബാക്ക്. ഇന്നത്തെ വീഡിയോ ഞങ്ങൾ നാട്ടിലേക്ക് പോകാണ്. നാട്ടില് അപ്പം ഞങ്ങൾ റാസൽ ഖൈമയിൽന്നാണ് പോണത്. റാസൽ ഖൈമ ടു കാലിക്കറ്റാണ് പോണത്. അപ്പോൾ കുറേ ഇവിടെ ഷാർജയിലാണ് ഞങ്ങൾ നിൽക്കണത്. ഷാർജയിൽ നിന്നും ദുബായിൽ നിന്നും എല്ലായിടത്തുനിന്നും പോകണം. പക്ഷെ ആദ്യമായിട്ട് റാസൽ ഖൈമയിൽ നിന്ന് പോണത്. മോർണിംഗിൽ ചെറുതായിട്ട് പോണ അന്നാകുമ്പോൾ ഫുഡൊന്നും ഇറങ്ങൂല, കഴിക്കാനൊന്നും തോന്നൂല. നാട്ടിൽ പോണ സന്തോഷം നല്ലോണം ഉണ്ടാവും. പക്ഷെ എന്നാലും ചെറുതായിട്ടൊരു ടെൻഷനാട്ടോ. ഫുഡൊന്നും കഴിച്ചിട്ട് ഇറങ്ങണില്ല. എയർപോർട്ടിലെത്തി ബോർഡിംഗ് പാസ് ഒക്കെ കിട്ടിയാൽ ഓക്കെ ആവും ട്ടോ. രാവിലെ ബ്രെഡ് അങ്ങനെ ഇത് കഴിച്ചു. ഉച്ചക്ക് അതേപോലെ ഫുഡും കാര്യങ്ങളൊക്കെ കഴിച്ച് ഈവനിങ്ങിന് ഞങ്ങൾ അവിടുന്ന് പെട്ടിയൊക്കെ കെട്ടി സെറ്റാക്കി ഇറങ്ങി. എന്നെ എല്ലാ പ്രാവശ്യം വരുമ്പോൾ ഫ്ലാറ്റിലാട്ടോ നിൽക്കുക. ഞാൻ ആദ്യമായിട്ടാണ് ഈ പ്രാവശ്യം വില്ലയിൽ നിൽക്കുന്നത്. വില്ലയത്തെ ഒരു വൈബ് അടിപൊളിയാട്ടോ. ആ ഒരു വൈബിലുള്ള ഫ്രണ്ട്സിനെ ആണ് എനിക്ക് കിട്ടിയത്. ഇമോഷണലി എല്ലാവരായിട്ടും നല്ല അറ്റാച്ച്മെന്റ് ആയിട്ടോ. എനിക്ക് ആ ഒരു സങ്കടം ഉണ്ട്. അങ്ങനെ എല്ലാരോടും യാത്രയൊക്കെ പറഞ്ഞ് അവിടുന്ന് ഇറങ്ങി കുറേ ദൂരം ഇതുണ്ടല്ലോ, ട്രാവൽ ഉണ്ടല്ലോ. വണ്ടിയിൽ ഞങ്ങൾ വിചാരിച്ച് ഇടയിൽ വെച്ച് ചായ എന്തെങ്കിലും വാങ്ങി കുടിക്കണം, കയ്യിൽ എന്തെങ്കിലും കരുതണം എന്നൊക്കെ വിചാരിച്ച്. പക്ഷെ ഒന്നും വാങ്ങാനും പറ്റിയില്ല, ചായ കുടിച്ചതുമില്ല, ലേറ്റായി. അങ്ങനെ ഞങ്ങൾ എയർപോർട്ടിൽ എത്തി നോക്കുമ്പോൾ 8ന്റെ പണി കിട്ടി. അവിടെ ലൈനും കാര്യങ്ങളൊന്നുമില്ല. മറ്റുള്ള എയർപോർട്ടത്തെ റഷ് ഒന്നുമില്ല. ഒരു ചെറിയൊരു എയർപോർട്ടാണ്. ഞങ്ങള് വിചാരിച്ചത് വെയിറ്റിന്റെ പ്രശ്നം അങ്ങനെ ആവും വരാന്ന്. പക്ഷെ വെയിറ്റിന്റെ പ്രശ്നമൊന്നും വന്നില്ല. ഇനിയും വേണമെങ്കിൽ ഒരു 1 kg ഇടാം. പക്ഷേ ഈ ഒരു പാക്കിങ്ങിലാ പ്രശ്നം വന്നത്. പാക്കിങ് എന്താ പറയാ, 2 പാക്കിംഗ് ആയി തോന്നുന്നുണ്ട്. അങ്ങനെ ഒരു 80 ദിർഹം എന്തോ എക്സ്ട്രാ പേയ്മെന്റ് ചെയ്തിട്ട് വിടാന്ന് പറഞ്ഞു. അല്ല അവിടുന്ന് ബോക്സ് ഒന്നായിട്ട് എന്താ പറയാ റെഡി ആക്കുകയാണെങ്കിൽ വേണ്ടാന്ന്. അങ്ങനെ ഞങ്ങൾ വിചാരിച്ചു എന്നാൽ പിന്നെ ഒന്നായിട്ട് ഇതാക്കാം. അങ്ങനെ 40 ദിർഹം അങ്ങനെ എന്തോ ആയിണ്. അത് പെട്ടി ഒന്ന് കെട്ടി റോൾ ചെയ്തെടുക്കാം. പിന്നെ ഇതേപോലെ നോർമലായിട്ട് ബാക്കിയുള്ള പ്രൊസീജിയറും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ചില സ്ഥലത്ത് അലൗഡ് അല്ലല്ലോ വീഡിയോസ് എടുക്കണത്. അങ്ങനെ മോൻക്കൊരു ജ്യൂസ് വാങ്ങി എയർപോർട്ടിൽ നിന്ന്. പക്ഷെ എയർപോർട്ടിലത്തെ അത് വലിയ രസമില്ലേനു കേട്ടോ. പിന്നെ ഞങ്ങൾ കുറച്ച് ചോക്ലേറ്റും ബിസ്ക്കറ്റും ഒക്കെ കയ്യിൽ കരുതിന്. അപ്പൊ അങ്ങനെ അതിനെക്കാട്ടി വലിയ പണിയാണ് പിന്നെ കിട്ടിയത്. എന്താന്ന് വെച്ചാല് ഞങ്ങള് എയർ അറേബ്യ ഏറ്റെടുത്തല്. എയർ അറേബ്യ അങ്ങനെ വരലില്ല. എന്നാലും സംഭവം എന്താ വെച്ച് കഴിഞ്ഞാൽ ഫ്ലൈറ്റിൽ എന്തോ ടെക്നിക്കൽ ഇഷ്യൂ വന്നു. 1 മണിക്കൂർ ഞങ്ങള് ഫ്ലൈറ്റിൽ തന്നെ ഇരുന്നു. എസിയും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ അത് കഴിഞ്ഞ് പിന്നെ ഒരു പെർമിഷൻ, ഫ്ലൈറ്റ് കൊണ്ടുള്ള പെർമിഷൻ, അങ്ങനെ 2 മണിക്കൂറിന് പുറത്തായി. ഫ്ലൈറ്റിൽ ഭയങ്കര പോസ്റ്റായിട്ട് എനിക്കാണെങ്കിൽ അടുപ്പിച്ച് ട്രാവലും കാര്യങ്ങളൊക്കെ ചെയ്തോണ്ട് നല്ല പെരടി വേദന അങ്ങനെ ഉണ്ടേന്. അങ്ങനെ നോക്കുമ്പോ അത്ര ആൾക്കാരില്ല, കുറവാണ്. അതുകൊണ്ട് ഇങ്ങനെ കിടക്കാനുള്ള സ്ഥലമൊക്കെ ഉണ്ട്, സ്പേസ് ഉണ്ട്. അങ്ങനെ ഞാൻ കിടക്കണ ആ ഒരു സ്ഥലത്ത് പോയിട്ട് 3 സീറ്റ് ഉണ്ടാവല്ലോ, അങ്ങനെ കിടന്ന് റെസ്റ്റ് ഒക്കെ ചെയ്ത് അങ്ങനെ ആട്ടോ പോയത്. പിന്നെ ഫുഡും കാര്യങ്ങളൊക്കെ എക്സ്ട്രാ ഞങ്ങള് പേ ചെയ്തിട്ട്. കാരണം ഉച്ചയ്ക്ക് ശേഷം വീട്ടിൽ നിന്ന് ഇറങ്ങണതല്ലേ, വൈകുന്നേരം ആകുമ്പോൾ ഇറങ്ങും. പക്ഷെ ഉച്ച കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഫുഡും കാര്യങ്ങളൊന്നും കഴിക്കില്ലല്ലോ. അങ്ങനെ മോൻക്ക് ഇങ്ങനെ ബ്രെഡില് എന്താ പറയാ നമ്മളെ ന്യൂട്രല്ല വെച്ചിട്ടുള്ളതും ഓൻ തീരെ കഴിച്ചിട്ടില്ല. ഞങ്ങള് പിന്നെയും കഴിച്ച് വിശന്നോണ്ട്. പിന്നെ എന്താ പറയാ ചായ ഒക്കെ നല്ല രസമുണ്ടായിരുന്നു. വിശന്നോണ്ടാണോ എന്നറിയില്ല, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ചായക്കൊക്കെ ഭയങ്കര ടേസ്റ്റ് ആയിട്ട് തോന്നി. അങ്ങനെ മോനെ ഞാൻ പല രീതിയിലും കൊടുക്കാൻ നോക്കി, പക്ഷെ അവൻ തിന്നില്ല. പിന്നെ ഓനക്ക് കുറെ ഉണ്ട്, 3-4 കുട്ടികള്, ചെറിയ കുട്ടികള്, 2 ഇരട്ട കുട്ടികൾ, അങ്ങനെ കമ്പനിക്ക് ഉണ്ടായിരുന്നു. അതുകൊണ്ട് അവൻ ഭയങ്കര ഹാപ്പിയാണ്. ഈ 2 മണിക്കൂർ നമ്മൾ ഫ്ലൈറ്റിൽ നിന്ന സമയം ഉണ്ടല്ലോ, അത് അത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ വീട്ടിൽ നിൽക്കണ ഫീൽ കിട്ടോ. എല്ലാരും ഏകദേശം കമ്പനി ഒരു ഫാമിലി പോലത്തെ ഫീലൊക്കെ വന്നിട്ടോ. അതുകൊണ്ട് വലിയ ബുദ്ധിമുട്ട് തോന്നിയില്ല. എല്ലാവർക്കും അറിയാൻ മതിയാവും. പക്ഷെ ഈ ഫ്ലൈറ്റ് പൊന്തണ സമയത്തും താവണ സമയത്തും കുട്ടികൾക്ക് ഇങ്ങനെ എന്തെങ്കിലും എന്താ പറയാ ലോലിപോപ്പ് അല്ലെങ്കിൽ ജ്യൂസ് അല്ലെങ്കിൽ വെള്ളം അല്ലെങ്കിൽ പാല് ഫീഡ് ചെയ്യണ കുട്ടികളാണെങ്കിൽ ഫീഡ് ചെയ്യുക. അങ്ങനെ ആകുമ്പോൾ ഈ കുട്ടികളെ ഫ്ലൈറ്റ് പൊന്തും താണ സമയത്തും ഭയങ്കരമായിട്ട് നൊലോളിക്കണാണല്ലോ. എനിക്ക് തോന്നുന്നു ഒരുവിധ ആൾക്കാർക്കൊക്കെ ഇത് അറിയാം. എനിക്ക് ഇതേപോലെ യൂട്യൂബിൽ നിന്ന് ഞാൻ ട്രാവൽ വ്ളോഗൊക്കെ കാണുമ്പോൾ അങ്ങനെ ആട്ടെ എനിക്ക് മനസ്സിലായത്. അപ്പൊ അങ്ങനെ കുട്ടികൾ കരയുന്നുണ്ടെങ്കിൽ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂട്ടോ. പിന്നെ അധികമായിട്ട് നമ്മൾ കുട്ടികളിൽ ഇങ്ങനെ വെക്കരുത്. എന്താ ഫോൺ കാണരുത്, അങ്ങനെ ഈ ഒരു സമയം ഓരോ എൻഗേജ്മെന്റ് ആക്കി, അങ്ങനെയല്ല ഓരോ ഫ്രീ ആക്കി വിടാം. കാരണം ഇപ്പൊ നമ്മൾ ഓരോ മൂഡ് ഓഫ് ആക്കി കഴിഞ്ഞാൽ നമുക്ക് നല്ല പണി കിട്ടും. അതുകൊണ്ട് ഫോൺ കളിക്കണമെങ്കിൽ കളിച്ചോട്ടെ, ടാബ് കളിക്കണേ കളിച്ചോട്ടെ. അത്
നമ്മളിപ്പത്തെ സിറ്റുവേഷനിൽ ഇതാണ് നല്ലത്. പിന്നെ കുറച്ച് ബുക്കും കാര്യങ്ങളൊക്കെ കരുതി ഓരെ എന്റർടൈൻമെന്റ് ചെയ്യിക്കുക. ഇവിടെ പിന്നെ അത്ര എന്റർടൈൻമെന്റ് ചെയ്യിക്കേണ്ടി വന്നില്ല. കമ്പനിക്ക് കുട്ടികളുള്ളതിനെ കൊണ്ട് ബാക്കിന്നും മുന്നിന്നും ഒക്കെ കളിക്കേണ്ടി വരും. ഈ പ്രാവശ്യം ഉറങ്ങിയതേ ഇല്ല. അല്ലെങ്കിൽ ഇതിൽ കയറി കഴിഞ്ഞാൽ രാത്രി എന്തായാലും ഉറങ്ങും. അപ്പോൾ രാത്രി ഫ്ലൈറ്റ് തന്നെയാണ് മിക്കവാറും എടുക്കല്. പക്ഷെ അതിന്റെ ആവശ്യമൊന്നും വന്നില്ല. പിന്നെ അവിടെ എത്തി എന്താ അവിടെ എത്താനായപ്പോഴാണ് ഫാത്തിമോനെ ഉറങ്ങിയത്. ആ സമയത്ത് ഒരു കുഞ്ഞി മഴ കിട്ടിട്ടോ. ആ ഒരു മഴ ഞങ്ങള് ഇത്രയേ ഉള്ളൂ എൻ്റെ ഒരു കുഞ്ഞി ട്രാവൽ വ്ളോഗ്. അപ്പൊ അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ.